ഹലോ മക്കളെ, എല്ലാവർക്കും മെച്ചുപോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഒരു ഓണം എക്സാം മൂഡിലേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹയർ സെക്കൻഡറി ജോയിൻ ചെയ്തു, 11th സ്റ്റാൻഡേർഡിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് ഇതെന്ന് പറയുന്നത്, ഓണം എക്സാം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ക്ലാസ് ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടാവും. പരീക്ഷ എഴുതാത്തവരൊന്നുമല്ല, 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാം ഒക്കെ എഴുതിയ വലിയ മനുഷ്യന്മാരാണ് നിങ്ങളല്ലേ. പക്ഷെ എന്നാലും ഒരു 11th സ്റ്റാൻഡേർഡിലെത്തി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചോയ്സ് അല്ലേ. നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ നമുക്ക് 2-3 ചോയ്സ് ഉണ്ടായിരുന്നു. കൊമേഴ്സ് എടുക്കാം, സയൻസ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം, വേറെ കുറേ സ്റ്റഡീസിലൊക്കെ പോകാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻറ്റിൽ ഒരു ചോയ്സ് ഒക്കെ അല്ലേ, ലൈഫിൽ ഒരു തീരുമാനം ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് കൊമേഴ്സ് പഠനം എന്നുള്ളത് അല്ലേ. അങ്ങനെ നമ്മൾ ഏകദേശം 2 മാസമോ 1-2.5 മാസമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊമേഴ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഓണം എന്നുള്ളത് വരുന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം സന്തോഷമാണെങ്കിൽ പിന്നെയാണ് നമുക്ക് ഓർമ്മ വരിക, പഠിച്ചോനെ ഒരു ഓണപ്പരീക്ഷയും കൂടി വരാണ്ടല്ലോ എന്ന്. അങ്ങനെ വരുന്ന ഓണപ്പരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശേഷം ഓരോ ചാപ്റ്റേഴ്സിനെയും നമുക്കൊന്ന് കീറി മുറിച്ച് നോക്കാം, എന്തൊക്കെയാണ് ആ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ പുതിയതല്ലേ, ചിലപ്പോൾ സ്കൂൾ ട്രാൻസ്ഫറൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയോ, ഈ ടോപ്പിക്സ് ഒന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ടോപ്പിക്സ് ഒക്കെ പഠിക്കണമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതൊക്കെ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്ററിനെ കീറി മുറിക്കുക, അതിനെക്കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസോ കാര്യങ്ങളോ ഒന്നും പറയലല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചാപ്റ്റർ 1 നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ബുക്ക് തുറന്നപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഇനി ആ പഠിച്ച കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമാക്കേണ്ടത് അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താക്കണം, ഒന്ന് സെറ്റാക്കി വെക്കണം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഇന്ന ടോപ്പിക്സ് എല്ലാം എനിക്കറിയാം, ഇത്ര ടോപ്പിക്സേ പഠിക്കാനുള്ളൂ എന്നല്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, ഏതാടാ ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിനോ. ഓണപ്പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം ഒരു 3 ചാപ്റ്ററുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാനുള്ളത് ചാൻസ് കാണുന്നത്. സ്വാഭാവികമായും 3 ചാപ്റ്ററിൽ നിന്ന് ഒരു 80 മാർക്കോളമുള്ള ക്വസ്റ്റ്യൻസ് ഇടുക എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ ചാപ്റ്ററും അത്യാവശ്യം നല്ല മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ എക്സാമിൻ്റെ മാർക്ക് കുറയ്ക്കാറുണ്ട്. എങ്ങനെ, സ്കൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ. അല്ലാത്ത പക്ഷം അവർക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററുകളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാനുള്ളതുണ്ട്. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നമ്മൾ എന്തായാലും എന്താണ്, സെറ്റാണ്, പവറാണ്. നമ്മളിനി എന്ത് ചെയ്താൽ മതി, ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടിട്ട് ഈ ചാപ്റ്ററിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് പഠിച്ചാൽ മതി. ഇനി പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ ഇനി എന്തൊക്കെ പഠിക്കണം, ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തരും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ആദ്യമായിട്ട് നമ്മൾ കൊമേഴ്സിൻ്റെ ഒരു ക്ലാസ് റൂമിൽ പോയി ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീച്ചർ വന്നിട്ടുള്ളതും. ആ ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീച്ചർ നമ്മളോട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഞാൻ ബിസിനസ് സ്റ്റഡീസ് എടുക്കാൻ പോകുന്ന ടീച്ചറാണ്, ഇങ്ങനെയാണ് ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന മനോഹരമായൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ചാപ്റ്റർ 1 ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ നെയിം പോലെ തന്നെ ആദ്യം നമ്മൾ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, ട്രേഡിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നു, കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിൽ പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി കേട്ടോ. വെരി ഈസി വൺ, അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു ഈസി ആൻഡ് സിമ്പിൾ ചാപ്റ്ററാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. പക്ഷേ അത്യാവശ്യം ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെറും 1-2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും, ശരി, സെക്കൻഡ് ചാപ്റ്റർ ഇത്ര വലുതാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന് അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ എന്ന് ചിലപ്പോൾ തോന്നുകയും ചെയ്യില്ല. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ 1 എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു, നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. ആദ്യം നമ്മൾ എന്താണ് ബിസിനസ് എന്ന് പഠിക്കണമല്ലോ അല്ലേ. ദാറ്റ്സ് വാട്ട് വി ഡിഡ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു വെക്കുന്നു. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തതാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ്. ബിസിനസ്സിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത് എന്ന് കൂടി പഠിക്കുന്നു. ഓക്കെ, ഒരു ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കും. ആ കോൺസെപ്റ്റിന് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയും, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയും, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയും. ആ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റഡിയിൽ ഉടനീളം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക അതിനെക്കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സോ ക്യാരക്ടറിസ്റ്റിക്സോ ഇമ്പോർട്ടൻസോ മെറിറ്റ്സോ കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടി വരും. ഇവിടെ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബിസിനസ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ എന്താണ്, ഒരാൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ ഒന്നെങ്കിൽ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നു അല്ലെങ്കിൽ വാങ്ങി വിൽക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നു. അദ്ദേഹം എന്തിനാണ് അത് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ചെയ്യുന്നു,
അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഒരു മോട്ടീവ് ഉള്ള ഒരു സ്ഥാപനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ്, അതിനാണ് ബിസിനസ് എന്ന് വിളിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ത് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയും, അത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നൊക്കെയുള്ള സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പോകുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നു. ഈ ചാപ്റ്റർ പിന്നെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം എന്താണ്, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിനെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ ബിസിനസ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതിനൊരു ഗ്രാഫൊക്കെ ഉണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള ഗ്രാഫ് ഉണ്ട്. ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഡസ്ട്രി ആയിട്ടും അതുപോലെ തന്നെ കൊമേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇൻഡസ്ട്രീനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, നമ്മൾ കൊമേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് നമ്മൾ വേറെ പഠിക്കും, കൊമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും, ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡിലേക്കും പഠിക്കും. പിന്നെ അവസാനത്തെ 2 ടോപ്പിക്സും കൂടി ആയിട്ട് ഈ ചാപ്റ്റർ എന്തിനും അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അത്ര എളുപ്പമല്ല മീൻസ് അത്ര സിമ്പിൾ ടോപ്പിക്സ് അല്ല. കുറച്ച് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് അധികമായിട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ എനിക്ക് തോന്നും എങ്ങനെയാണ് എഡ്യൂപോർട്ടിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അതെങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിന് താഴെ ഇവിടെ ലിങ്ക് ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് ജോയിൻ ദാറ്റ് ലിങ്ക് കേട്ടോ. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നോട്ട്സും കാര്യങ്ങളും എല്ലാം എന്താണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇറ്റ്സ് വെരി ഫ്രീ ഓൾസോ കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഓരോ ടോപ്പിക്കിനെ ഇങ്ങോട്ട് കീറി മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഒരു ദയാദാക്ഷിണ്യമില്ല, വി ആർ ഗോയിങ് ടു കീറി മുറിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിനെ നമ്മൾ എന്തായിട്ടാണ് ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലാസിഫൈ ദിസ് ബിസിനസ് ഇൻ ടു ഇൻഡസ്ട്രി ആയിട്ടും അതുപോലെ തന്നെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കറിയാം ബിസിനസ്സിനെ എന്താക്കുന്നു, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താക്കുന്നു, ഇൻഡസ്ട്രി ആയിട്ടും കൊമേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. എഗെയിൻ ദിസ് ഇൻഡസ്ട്രി ഈസ് ബീങ് ലെ, ഇവിടുത്തെ ഈ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി വളരെ ഈസി ആയിട്ടുള്ള പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള 3 എണ്ണത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഈസിയാണ്. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി, ഫ്രം ദ നേച്ചർ കിട്ടുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രി. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ്, പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ ഗുഡ്സ് കിട്ടുന്ന ഇതാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ സെക്കൻഡറി. ടേഴ്ഷറി എന്ന് പറയുന്നത് പ്രൈമറിയിലേക്കും സെക്കൻഡറിയിലേക്കുമുള്ള സർവീസസ് കൊണ്ടുവരുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിൽ പഠിക്കാനുള്ളത്. എഗെയിൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ് പഠിക്കാൻ. ഈ പ്രൈമറി എന്ന് പറയുന്നത് എഗെയിൻ എന്താവുന്നുണ്ട്, ഈ 2 ആവുന്നുണ്ട്. സെക്കൻഡറി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താവുന്നുണ്ട്, കൺസ്ട്രക്ഷൻ എന്നും മാനുഫാക്ചറിങ് എന്നും. ഈ മാനുഫാക്ചറിങ്ങിൽ അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, അസംബ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് ഒരു എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു എക്സാം ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവരെന്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവർക്ക് ഒരുപാട് ഭാഗമൊന്നും ചോദിക്കാനില്ല, പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും എന്നുള്ളതും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 3 മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ പ്രൈമറിയിലെ ജനറ്റിക് എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാക്റ്റീവ് എന്നുള്ള ഈ ക്ലാസിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ചേക്കുക. എനിക്ക് ഉറപ്പാണ് ഒരൊറ്റ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും, ഇതിലത്തെ ഓരോന്നും ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ് കേട്ടോ. പ്രൈമറിയും സെക്കൻഡറിയും ടേഴ്ഷറിയും ഒക്കെ ഒരു കേൾക്കുമ്പോൾ ആദ്യമായിട്ടുള്ളതാണെങ്കിലും ഒരു 2 വട്ടം 3 വട്ടം നിങ്ങളത് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കര, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷറി പഠിച്ചതെന്നുള്ളത്. ടോക്കിന് എല്ലാ ടോപ്പിക്സും ഒന്നും ഓർമ്മയിലില്ല, എന്നാലും ആദ്യമായിട്ട് തുടക്കത്തിൽ പഠിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, കൊമേഴ്സിലേക്ക് ആ ചുവട് വെക്കുമ്പോൾ പഠിച്ചതായിട്ടുണ്ടായിരുന്നില്ല. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയുണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഫ്രം ദ നേച്ചർ ആണെന്നും, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇൻഡസ്ട്രി കൊടുക്കുന്നതാണെന്നും, അതുപോലെ തന്നെ ടേഴ്ഷറി എന്ന് പറഞ്ഞാൽ അതുമായിട്ടുള്ള സർവീസസ് ആണെന്നൊക്കെ ഉള്ളത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷറി. നെക്സ്റ്റ് കംസ് വിത്ത് ദ കൊമേഴ്സ് എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. നൗ വി ആർ ഗോയിങ് വിത്ത് ദ കൊമേഴ്സ് എന്നുള്ളതാണ്. കൊമേഴ്സിൽ ട്രേഡും ഉണ്ടടാ, അതേപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡും ഉണ്ട്. അതെന്താണെന്ന് നോക്കിയാൽ ട്രേഡും ഓക്സിലറീസ് ട്രേഡും. കമ്മിങ് ടു ദ ട്രേഡ്, ട്രേഡ് 2 തരത്തിലാണ് ഉള്ളത്, ഇന്റേണൽ ട്രേഡും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡും എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ട്രേഡിൽ, ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ബിസിനസ്സുകൾ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇന്റേണൽ ട്രേഡ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഐദർ ഹോൾസെയിൽ ഓർ എ റീറ്റെയിൽ എന്നുള്ളതാണ്. ഓക്കെ, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം ഉള്ളതാണെങ്കിൽ എക്സ്റ്റേണൽ ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും, ഔട്ട്സൈഡ് ദ കൺട്രി എന്ന് പറയുന്നതായിരിക്കും അല്ലേ. മേ ബി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻട്രിപ്പോർട്ട് നടത്തുന്നു. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ എങ്ങോട്ടും ഉണ്ട്, എക്സ്റ്റേണലിലുണ്ട് കേട്ടോ.
ഇൻ ഡെപ്ത് സ്റ്റഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്നും പറഞ്ഞിട്ട് ഒരുപാടൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ഡിഫൈൻ വാട്ട് യു മീൻ ബൈ ദീസ് തിങ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് എക്സ്പ്ലെയിൻ ട്രേഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ട്രേഡ് ആർ ഓഫ് 2 ടൈപ്സ്. ഇന്റേണൽ ട്രേഡും ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല. അഗെയിൻ ദസ് ഇന്റേണൽ ട്രേഡ് ഈസ് ഡിവൈഡ് ഇൻ ടു ഒരു റീറ്റെയിലർ ആവാം അല്ലെങ്കിൽ ഹോൾസെയിലർ ആവാം. അപ്പോൾ അങ്ങനെ ഡെഫിനിഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ആരാണ് റീറ്റെയിലർ എന്നും ആരാണ് ഹോൾസെയിലർ എന്നും അതുപോലെ തന്നെ ഇമ്പോർട്ട് എന്താണെന്നും എക്സ്പോർട്ട് എന്താണെന്നും ഒന്നും അറിയാത്തവരല്ല നമ്മളൊന്നും, അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്താൽ മതി? കമ്പൈൻ ചെയ്ത് പഠിക്കൽ മാത്രമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ദി ട്രേഡ് എന്ന് പറയുന്നത് കേട്ടോ. റിസ്ക് അവിടെ നിൽക്കട്ടെ. അവിടെ നമുക്ക് എന്തും കൂടി പഠിക്കാനുണ്ട്. കോമേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തിനാ കൊമേഴ്സിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ കൊമേഴ്സ് എന്ന ട്രേഡ് ഉണ്ട്, ഓക്സിലറീസ് ടു ട്രേഡ് ഉണ്ട്. അതിൽ ആദ്യം കൊമേഴ്സ് എന്ന് പറയുന്ന സാധനത്തിലാണ് എന്ത് വരുന്നത്? ഈ ഓക്സിലറീസ് ടു ട്രേഡ് വരുന്നത്. ഇവിടെ എന്തുണ്ട്? ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സും ഉണ്ടടാ. അതേപോലെ തന്നെ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നുണ്ട്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആണ്, നമുക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നടക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നു? റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടൈം എന്ന് പറയുന്ന സാധനത്തിന് ഒഴിവാക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എന്ന് പറയുന്ന സാധനത്തിന് ഒഴിവാക്കുന്നു. ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിനെ ഒഴിവാക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രേഡിനെ, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മുടെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ. ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എയ്ഡ്സ് ടു ട്രേഡ്, ആ കച്ചവടം നടക്കാനുള്ളത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെ എന്തുണ്ട്? ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സും കൂടി വരുന്നുണ്ട്. ഈ സെയിം പോയിന്റ്സ് തന്നെയാണ് എവിടെയും വരുന്നത്, ഫങ്ഷൻ ഓഫ് കൊമേഴ്സിലും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ആ ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അവിടെ വെച്ച് തീരുകയാണ് കേട്ടോ. ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇൻഡസ്ട്രി എന്നും അതേപോലെ കൊമേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ട് അവസാനം ഇവിടം വരെ എത്തുന്നു എന്ന് മനസ്സിലാക്കട്ടോ. ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് വിച്ച് ഇസ് എ ബിസിനസ് റിസ്ക് എന്നുള്ളത്. അല്ലേ, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഒന്ന് ചോദിക്കുകയാണ്, അപ്പ ഞാനൊരു ബിസിനസ് ചെയ്യട്ടെ, അത് റിസ്ക് ആണ്. നമ്മൾ ആദ്യം കിട്ടുന്ന ഒരു പോയിന്റ് അതായിരിക്കും, അല്ലേ? റിസ്ക് ആണ് മോനെ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ റിസ്ക് ആണ് മോളെ എന്നുള്ളതായിരിക്കും കേൾക്കുന്നത്. അങ്ങനെ ബിസിനസ് റിസ്കിനെ കുറിച്ചിട്ട് ചെറിയൊരു ടോപ്പിക് റിസ്ക് ചെയ്യുന്നതിന് ദ പോസിബിലിറ്റി ഓഫ് ലോസ് എന്ന് പറയുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിസ്ക് തന്നെ 2 തരത്തിലുണ്ട്. ഒന്നെങ്കിൽ സ്പെക്കുലേറ്റീവ് ആവാം അല്ലെങ്കിൽ പ്യുവർ റിസ്ക് ആവാം എന്നുള്ളതാണ്. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലാഭമുണ്ടാവാനും നഷ്ടമുണ്ടാവുന്ന റിസ്ക്. അതേപോലെ തന്നെ എന്തുകൊണ്ട്? പ്യുവർ റിസ്ക്കും പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടമില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ കേട്ടോ. അതൊക്കെ നമുക്കൊരു എക്സാമ്പിളൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ വണ്ടർഫുൾ. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. എഡ്യൂപോർട്ടിൻ്റെ കുറേ കോച്ചിങ്സ് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ലിങ്കിൽ എന്തുണ്ട്? നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. ഇഫ് യു വാണ്ട് ടു ജോയിൻ ദ എഡ്യൂപോർട്ട്, അതെന്ത് ചെയ്യുക? ലിങ്കിൽ വന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂപോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണം, തുടങ്ങിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ജോയിൻ അവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അല്ലേ, ഈ പറഞ്ഞതുപോലെ +1 ഓണപ്പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ട്സും കാര്യങ്ങളും ഫ്രീ ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഇതെന്ന് പറയുന്നത്. ഓണ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൈക്രോബിറ്റ് നോട്ട്സ്, PYQ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ചാപ്റ്റർ സമ്മറി എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? അത് വെച്ച് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ കൂടുതൽ അറിയാൻ നമ്മുടെ ക്ലാസ്സസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അവർ പേജ് ഓൾസോ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ചാപ്റ്റർ 1 കീറി മുറിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു.